മില്ലറ്റ് അട ഉണ്ടാക്കാനുള്ള സ്റ്റഫിങ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണതാണ്. ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കുറച്ച് ഏലക്കയും ചുക്കും പൊടി ചേർത്ത് നല്ല സുഗന്ധം പരന്നു. അതിലേക്ക് നമുക്ക് അവൽ, നല്ല മട്ടവൽ അല്പം ചേർത്തു. അതിനുശേഷം തേങ്ങ ചെരുകിയത്, അരമുറി തേങ്ങ ചെരുകിയത്. ഒരു 7 അട ഉണ്ടാക്കാനുള്ള സ്റ്റഫിങ്ങാണ്. മില്ലറ്റ് അടയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നന്നായിട്ട് മിക്സാക്കി വെച്ചു. ഒന്ന് തണുക്കാൻ വെക്കണം കേട്ടോ. നല്ല ഫ്ലവർ ഉണ്ട്. ഇപ്പോൾ തന്നെ ഇത് സ്റ്റഫിങ് തന്നെ കഴിക്കാനായിട്ട് തോന്നുന്ന വിധത്തിൽ റെഡിയാക്കിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് മില്ലറ്റ് ഇടണം. മില്ലറ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് മില്ലറ്റ് മാത്രം കൊണ്ട് നമുക്ക് അട ഉണ്ടാക്കാൻ പറ്റില്ല. അരിപ്പൊടിയോ അല്ലെങ്കിൽ അല്പം ഗോതമ്പ് പൊടി ചേർക്കണം. ഞാൻ ഇവിടെ ഗോതമ്പ് പൊടി ഹോൾ വീറ്റ് ചേർത്തിരിക്കുന്നത്. അത് നന്നായിട്ട് അല്പം ആവശ്യത്തിന് വെള്ളം അല്പം ഉപ്പും കൂടി ചേർത്ത് നമ്മൾ കുഴച്ചെടുക്കും. നല്ല കട്ടിയുള്ള ഡോ റെഡി. അത് വാഴയിലയിൽ നമ്മൾ പരത്തി ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയ തണുത്ത സ്റ്റഫിങ് നമ്മൾ വെച്ചു. അവൽ സ്റ്റഫിങ് എല്ലാം വെച്ച് ഒന്ന് മടക്കി നമ്മൾ ആവി കൊള്ളിക്കാൻ വയ്ക്കണം കേട്ടോ. വളരെ ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ഈ ആവി കൊള്ളിക്കാൻ വെക്കുന്ന പാത്രത്തിലേക്ക് ഒതുക്കി ഞാൻ റെഡിയാക്കി വെച്ചു. ഒരു 7 അട നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മില്ലറ്റ് കൊണ്ട് അട ഉണ്ടാക്കിയ ഒരു ടേസ്റ്റാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. ആവി കൊണ്ട് ഒരു 20 മിനിറ്റോളം ആവി കൊണ്ടപ്പോൾ അട വെന്തു റെഡി. നല്ല മണം വരുന്നുണ്ട്. ഇനി കട്ടൻ ചായയോ പാൽ ചായയോ ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു സ്നാക്സായിട്ട് ഉപയോഗിക്കാം. നല്ലൊരു വെറൈറ്റി അടയാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. സജീസ് ഫ്ലവർ ടൈം. ബൈ, എൻജോയ് ദ ലൈഫ്. താങ്ക് യു.